നമ്മുടെ ബന്ധങ്ങളെ വഷളാക്കുന്ന, ബന്ധങ്ങളെ നശിപ്പിക്കുന്ന 3 കാര്യങ്ങളെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിലൊന്നാമത്തത് നിങ്ങളുടെ ഇമോഷൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി, അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങളുടെ പാർട്ട്നേഴ്സിന് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ മാത്രം സൃഷ്ടിയാണ്. അതിൻ്റെ ഉത്തരവാദിത്വം നിരപരാധികളായ നമ്മുടെ പാർട്ട്നേഴ്സിന് അവരുടെ പിരടിയിൽ കൊണ്ടുപോയി ചാരാതിരിക്കുക എന്നതാണ്. നമ്മുടെ ഇമോഷൻസിൻ്റെ സ്വിച്ച്, നമ്മുടെ ഇമോഷൻസിൻ്റെ കടിഞ്ഞാൺ, നമ്മുടെ ഇമോഷൻസിൻ്റെ റിമോട്ട് നമ്മുടെ കൈകളിലുണ്ടാവണം. നമ്മുടെ കൈകളിൽ മാത്രമാവണം. നാം റിമോട്ട് ഓൺ ചെയ്യുന്നതിനും ഓഫ് ചെയ്യുന്നതിനും അനുസരിച്ചായിരിക്കണം നമ്മുടെ ഇമോഷൻസ് ബാലൻസ് ചെയ്യേണ്ടത്. തിരിച്ചറിയുക, മറ്റുള്ളവരുടെ കാൽത്തുമ്പിലെ പന്തുകളല്ല നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ കൈകളിലെ കളിപ്പാട്ടവുമല്ല നമ്മുടെ മനസ്സ്. നമ്മുടെ ദുഃഖവും സന്തോഷവും സുഖവും സന്താപവും നമ്മുടെ സൃഷ്ടിയാണ്. നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഫലമാണ്. നമ്മൾ തന്നെയാണ് അതിലുള്ള ഒന്നാം പ്രതികൾ. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമ്മെ വളർത്തുന്നതും നമ്മെ തളർത്തുന്നതുമായ കാര്യങ്ങൾ നമുക്ക് ലഭിക്കും. എന്ത് സ്വീകരിക്കണം, ഏതിനെ നമ്മൾ ചേർത്ത് പിടിക്കണം എന്നത് നമ്മുടെ തീരുമാനമാണ്, നമ്മുടെ സ്വാതന്ത്ര്യമാണ്. ചേർത്ത് പിടിച്ചാൽ നമ്മൾ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദി. ചോദിക്കുക, ഓരോരുത്തരും സ്വന്തം ശരീരത്തോട് ചോദിക്കുക, നാം നടന്നു പോകുമ്പോൾ വലത് ഭാഗത്തു നിന്നോ ഇടത് ഭാഗത്തു നിന്നോ വല്ല കല്ലുകൊണ്ടുള്ള ഏറോ വാളുകൊണ്ടുള്ള വെട്ടോ വടികൊണ്ടുള്ള അടിയോ നമ്മുടെ ശരീരത്തിന് നേരെ വരുന്നത് കണ്ടാൽ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനായി, നമ്മുടെ ശരീരത്തിൻ്റെ സംരക്ഷണത്തിനായി നാം വലത് ഭാഗത്തേക്കോ ഇടത് ഭാഗത്തേക്കോ നമ്മൾ മാറുന്നു. അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഓടുന്നു. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ശരീരത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. ഇതുപോലെ മാനസികാരോഗ്യത്തിന് നേരെ വരുന്നതായ, നമ്മുടെ മനസ്സിന് നേരെ വരുന്നതായ വാക്കുകളാകുന്ന ഒരുപാട് വെട്ടുകളും കുത്തുകളും വിമർശനങ്ങളാകുന്ന ഒരുപാട് ഏറുകളും വെട്ടുകളും വരുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഓടാറുണ്ടോ? നിങ്ങൾ അതിൽ നിന്ന് ചാടി രക്ഷപ്പെടാറുണ്ടോ? പലപ്പോഴും നമ്മൾ ചെയ്യാറില്ല എന്നതായിരിക്കും നമുക്ക് ലഭിക്കുന്ന മറുപടി. പകരം ചില ആളുകളെല്ലാം ആ വെട്ടുകളും കുത്തുകളും അവരുടെ മനസ്സിലേക്ക് സ്വീകരിക്കുന്നു. നമ്മുടെ മനസ്സിലേക്ക് സ്വീകരിക്കുന്നു. നാം അതിനെ വിശ്വസിക്കുന്നു, അതിനെ അംഗീകരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശരീരത്തിനെതിരെ വരുന്ന വെട്ടുകളും കുത്തുകളും അതിൽ നിന്നെല്ലാം നാം ഓടി അകലുമ്പോൾ മനസ്സിനെതിരെ വരുന്നതായ വെട്ടുകളിൽ നിന്നും കുത്തുകളിൽ നിന്നും എന്തുകൊണ്ട് നാം ഓടി അകലുന്നില്ല? ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും നമ്മുടെ മനസ്സിന് നൽകി നാം തന്നെയാണ് നമ്മുടെ സുഖജീവിതത്തെ, നമ്മുടെ സന്തുഷ്ട ജീവിതത്തെ നശിപ്പിച്ച് കളയുന്നത്. ആരാണ് നമ്മുടെ സുഖജീവിതം എടുത്തു കളയുന്നതിൻ്റെ ഉത്തരവാദികൾ? ഒന്നാമതായി നമ്മൾ തന്നെയാണ്. നമ്മുടെ പ്രവൃത്തികളാണ്, നമ്മുടെ തീരുമാനങ്ങളാണ്, നമ്മുടെ വാക്കുകളാണ്. അതിനാൽ നമ്മുടെ ഇമോഷൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെയാണ് അതിന് ഉത്തരവാദിത്വം.
ചോദിക്കുക സുഹൃത്തുക്കളെ. വീണ്ടും ചില ചോദ്യങ്ങൾ സ്വന്തത്തോട് തന്നെ ആവർത്തിച്ച് ചോദിക്കുക. നാം ഒരു സദ്യയിൽ പങ്കെടുക്കുക എന്ന് സങ്കല്പിക്കുക. നാം ഒരു വെജിറ്റേറിയനാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ആ പാർട്ടിയിൽ എന്ത് തന്നെ നോൺ വെജിറ്റേറിയനായ വിഭവ സമൃദ്ധമായ ഭക്ഷണം ഉണ്ടെങ്കിലും നാം അത് പരിഗണിക്കുന്നില്ല, നാം അത് മൈൻഡ് ചെയ്യുന്നേയില്ല, നാം അത് കഴിക്കുന്നില്ല, നമ്മെ അത് അലോസരപ്പെടുത്തുന്നുമില്ല. നാം നമുക്കാവശ്യമായ വെജിറ്റേറിയൻ മാത്രം കഴിച്ചുകൊണ്ട് ആ സദ്യയിൽ നിന്ന്, ആ ടേബിളിൽ നിന്ന് എണീറ്റ് പോകുന്നു. പ്രിയപ്പെട്ട സ്നേഹിതരെ, ചോദിക്കട്ടെ, നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മുടെ അന്തരീക്ഷത്തിലും നമ്മുടെ മാനസിക ആരോഗ്യത്തിന് അനുകൂലമായ വെജിറ്റബിൾസുകളും നമ്മുടെ മനസ്സിന് ദഹിക്കാത്ത നോൺ വെജിറ്റേറിയനുകളും ഉണ്ടോ? എന്നാൽ കല്യാണ സദ്യയിൽ നാം നോൺ വെജിറ്റേറിയനോട് ഒരു അകലം പറഞ്ഞതുപോലെ, കല്യാണ സദ്യയിൽ നോൺ വെജിറ്റേറിയനോട് നോ പറഞ്ഞതുപോലെ, എന്തുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും നമ്മുടെ മാനസികാരോഗ്യത്തിന് ദഹിക്കാത്തതായ നോൺ വെജിറ്റേറിയൻ ആകുന്ന വാക്കുകളോടും പ്രവൃത്തികളോടും കുറ്റപ്പെടുത്തലുകളോടും ആക്ഷേപങ്ങളോടും ആരോപണങ്ങളോടും നാം അകലം പാലിക്കുന്നില്ല? എന്തുകൊണ്ട് നമ്മൾ അകലം പാലിക്കുന്നില്ല? വെട്ടുകളും കുത്തുകളുമാകുന്ന ആ വാക്കുകളും പ്രവൃത്തികളും നമ്മെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു, നമ്മെ നശിപ്പിക്കുന്നു, നമ്മുടെ സന്തോഷത്തെ റാഞ്ചിയെടുക്കുന്നു. എന്നിട്ടും അവക്ക് നാം ഒന്നാന്തരം സദ്യയാണ് നമ്മളിൽപ്പെട്ട പലരും വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. തിരിച്ചറിയുക, നമ്മുടെ ഇമോഷൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി നമുക്ക് തന്നെയാണ്. ചോദിക്കുക ചില ചോദ്യങ്ങൾ സ്വന്തത്തോട് തന്നെ. നാം വീട്ടു സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ്, ഒരു ടൗണിലേക്ക് പോവുകയാണ്. നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ ആയിരക്കണക്കിന് സാധനങ്ങൾ ആ സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് കാണാം. ഈ ആയിരക്കണക്കിന് സാധനങ്ങളിൽ നിന്ന് നമുക്കാവശ്യമുള്ള വെറും 10, 20, 30 അല്ലെങ്കിൽ 50 സാധനം മാത്രം നാം പൊറുക്കിയെടുക്കുന്നു. ബാക്കി നാം എടുക്കുന്നില്ല, നാം അതിനെ പരിഗണിക്കുന്നേയില്ല. ഇതുപോലെ നമ്മുടെ ചുറ്റുപാടിൽ നമ്മുടെ മനസ്സിനെ വളർത്തുന്നതും നമ്മുടെ മനസ്സിനെ തളർത്തുന്നതുമായ 100 കൂട്ടം കാര്യങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് ആവശ്യമുള്ളത് മാത്രം പൊറുക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല? നമ്മെ വളർത്തുന്ന നമുക്കാവശ്യമുള്ള സാധനങ്ങൾ മാത്രം പൊറുക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ നാം പൊറുക്കിയെടുക്കുന്നില്ല. എന്തുകൊണ്ട്? തിരിച്ചറിയുക, നമ്മുടെ മനസ്സ് സൃഷ്ടാവ് സംവിധാനിച്ച ഏറ്റവും മഹത്തായ ഒരു അനുഗ്രഹമാണ്. ഇതിലേക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും വലിച്ചിട്ട് ഉത്കൃഷ്ടമായ നമ്മുടെ മനസ്സിനെ നാം വേസ്റ്റ് കൊട്ടയാക്കി മാറ്റരുത്. ആരാണ് നമ്മുടെ സുഖജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഇമോഷൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി നമുക്ക് തന്നെയാണ്. ചോദിക്കുക വീണ്ടും ചില ചോദ്യങ്ങൾ സ്വന്തത്തോട് തന്നെ. നമ്മുടെ ശരീരത്തിന് ചെറിയൊരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ, ഒരു ചെറിയ വേദന വന്നു കഴിഞ്ഞാൽ, ഒരു ചെറിയ അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ നാം ഉടനെ ഡോക്ടറെ സമീപിക്കുന്നു, മെഡിസിൻ എടുക്കുന്നു, മുറിവ് കെട്ടുന്നു, പെയിൻ കില്ലർ കഴിക്കുന്നു. എന്നാൽ നമ്മുടെ മനസ്സിനേൽക്കുന്ന മുറിവുകൾക്ക് നാം എന്തുകൊണ്ടാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കാത്തത്? നാം എന്തുകൊണ്ടാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നില്ല? നമ്മൾ തന്നെയല്ലേ നമ്മുടെ സുഖജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഇമോഷൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി നമുക്ക് തന്നെയാണ്. ഒരിക്കലും നാം അപരൻ്റെ മേൽ ചാർത്താൻ പാടില്ല, അപരൻ്റെ മേൽ കൊണ്ടുപോയി ചാരാൻ പാടില്ല. ഈ തിരിച്ചറിവുകളും ഉൾക്കാഴ്ചകളും നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ ആന്തോലനങ്ങൾ സൃഷ്ടിക്കണം. നമ്മുടെ ഇമോഷൻസ് നമ്മുടെ മാത്രം സൃഷ്ടിയാണ്, അത് മറ്റുള്ളവരുടെ മേൽ ചാർത്തപ്പെടരുത്. നമ്മുടെ വാക്കുകളിൽ ചില മാറ്റങ്ങൾ വരുത്തൽ അനിവാര്യമാണ്. ഒരിക്കലും നിങ്ങളുടെ വാക്കുകൾ ഈ രൂപത്തിൽ ഇനി പറഞ്ഞുകൂടാ. നീ എന്നെ ദേഷ്യം പിടിപ്പിച്ചു, നീ ഒരിക്കലും എന്നെ മനസ്സിലാക്കുന്നില്ല, നീ എപ്പോഴും എന്നെ വേദനിപ്പിക്കുന്നു, നീ എപ്പോഴും എനിക്ക് സങ്കടങ്ങൾ നൽകുന്നു. ഇതെല്ലാം നമ്മുടെ വികാരത്തിൻ്റെ ഉത്തരവാദിത്വം
നാം നമ്മുടെ പാർട്ട്ണർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ നിലയ്ക്ക് നമ്മൾ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ അതിന് പകരം അതിൻ്റെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം നാം ഏറ്റെടുത്ത് ടൂണൊന്ന് അല്പം മാറ്റിക്കഴിഞ്ഞാൽ ബന്ധങ്ങൾ പടർന്ന് പന്തലിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നിന്റെ ഈ പ്രവൃത്തി കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നു, എന്നെ വേണ്ട പോലെ നീ മനസ്സിലാക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ പ്രവർത്തനം കാണുമ്പോൾ എനിക്ക് വേദന തോന്നുന്നു. ഈ രണ്ട് ട്യൂണുകളും ഈ രണ്ട് വാക്കുകളും സംഭവം, ഇൻസിഡൻറ്റ് ഒന്ന് തന്നെയാണെങ്കിലും ആശയത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ആദ്യ വാക്കുകളിൽ ഉത്തരവാദിത്വം പാർട്ട്ണറിനാണ്, റെസ്പോൺസിബിലിറ്റി നാം കൊടുക്കുന്നത് പാർട്ട്ണറിനാണ്. രണ്ടാമത്തെ വാക്കുകളിൽ റെസ്പോൺസിബിലിറ്റി എനിക്ക് തന്നെയാണ്. അതിനാൽ പാർട്ട്ണറിനെ അറ്റാക്ക് ചെയ്യുന്നൊരു ഫീലിംഗ് അവർക്കുണ്ടാവുകയില്ല. നാം അവരെ അറ്റാക്ക് ചെയ്യുന്ന ശൈലി നാം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ചു നമ്മെ ഡിഫെൻസ് ചെയ്യും, തിരിച്ചു നമ്മെ അറ്റാക്ക് ചെയ്യും. ബന്ധങ്ങൾ കൂടുതൽ വഷളാകും. ഉത്തരവാദിത്വം നമ്മളെ ഏറ്റെടുത്ത് നീ എന്ന് പറയുന്നതിന് പകരം ഞാൻ എന്ന് പ്രയോഗിക്കുക. ഇത് മറ്റുള്ളവർക്ക് ഭാരം കുറക്കും, മറ്റുള്ളവരുടെ വേദന കുറക്കും. അവർ ഡിഫെൻസ് ചെയ്യുന്നതിന് പകരം നമ്മോട് കൂടെ അവർ ചേർന്നു നിൽക്കും. ബന്ധങ്ങളുടെ തണൽ വൃക്ഷങ്ങൾ പൂർവ്വ ഒരു ശക്തിയോടുകൂടെ പുതിയ പുതിയ ശിഖരങ്ങളിലായി പടർന്നു പന്തലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ബന്ധങ്ങളിൽ എപ്പോഴും സന്തോഷങ്ങളുടെ മാധുര്യം നിറഞ്ഞു നിൽക്കും. ആ മധു നുകരാൻ ചിത്രശലഭങ്ങൾ നമുക്ക് ചുറ്റും പാറി നടക്കും. കിളികൾ വന്ന് നമ്മിൽ കൂട്ടുകൂടും. ഇണക്കിളികൾ ഒറ്റക്കായി പറന്നകലുന്നതിന് പകരം ജോഡിയായി കൂട്ടം കൂട്ടമായി ഉന്നതങ്ങളിലേക്ക് പറന്നടക്കും. നാം സ്വയം സന്തുഷ്ടരായാൽ അത് നമ്മുടെ പാർട്ട്ണറിലേക്കും നമ്മുടെ മക്കളിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ ബന്ധങ്ങളിലേക്കും പമ്പ് ചെയ്യപ്പെടും. നാം മോശപ്പെട്ട സ്വഭാവങ്ങളുടെ വാക്താക്കളായി കഴിഞ്ഞാൽ അതായിരിക്കും നമ്മുടെ ചുറ്റുപാടുകളിലേക്കും നമ്മുടെ സമൂഹങ്ങളിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മിൽ നിന്ന് പമ്പ് ചെയ്യപ്പെടുക. സ്വയം കുറ്റവാളിയാകുന്നതിന് പകരം നാം ഒരു സാമൂഹ്യ കുലദ്രോഹിയായി മാറുകയും ചെയ്യുന്നതാണ്. സന്തുഷ്ടമായ വ്യക്തി എല്ലാവർക്കും സന്തോഷം സപ്ലൈ ചെയ്യും. അവരുടെ ജീവിതത്തിൽ സമാധാനവും ശാന്തിയും ഐശ്വര്യവും സ്നേഹവും സഹാനുഭൂതിയും നിറഞ്ഞു തുളുമ്പുന്നതാണ്. NLP പറയുന്നുണ്ട്, മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ്. മനസ്സിൽ നന്മയുള്ളവർക്കേ മനസ്സിൽ പ്രകാശം ഉള്ളവർക്ക് നന്മ സപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പ്രകാശം സപ്ലൈ ചെയ്യാൻ സാധിക്കൂ. ചാർജുള്ളതായ ഒരു ഇൻവേർട്ടറിന് മാത്രമാണ് ബൾബിനെ പ്രകാശിപ്പിക്കാനും ഫാനിനെ കറക്കാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആദ്യം ചാർജ് സ്വീകരിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരെ അവരുടെ കണ്ണിലൂടെ കാര്യങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് വീക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും നാം മറ്റുള്ളവരെ കുറിച്ച് നാം മനസ്സിലാക്കിയതായ കാര്യങ്ങൾ ആയിക്കൊള്ളണമെന്നില്ല അതിൻ്റെ യാഥാർത്ഥ്യം. NLP തന്നെ പറയുന്നുണ്ട്, നാം മറ്റുള്ളവരെ കുറിച്ച് മനസ്സിലാക്കുന്നത് പലപ്പോഴും യാഥാർത്ഥ്യമായി കൊള്ളണമെന്നില്ല. നമ്മുടെ കണ്ണാടിയിലൂടെ അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ കണ്ണാടിയിലൂടെയും കാണാൻ നാം മനസ്സിലാക്കാനായി നാം വളരണം. കുട്ടികളെ സമീപിക്കുമ്പോൾ കുട്ടികളെ പ്രവർത്തനം കുട്ടികളുടെ കണ്ണിലൂടെ കുട്ടികളെ ഭാഗത്തു നിന്ന് നോക്കാൻ നാം ശീലിക്കണം. വൃദ്ധന്മാരെ സമീപിക്കുമ്പോൾ അവരുടെ വാക്കുകളും പ്രവർത്തികളും അവരുടെ കണ്ണിലൂടെ കാണുക. ഭാര്യമാരെ അവരുടെ കണ്ണിലൂടെയും ഭർത്താക്കന്മാരെ അവരുടെ കണ്ണിലൂടെയും നാം കാണുക. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് കണ്ണട മാത്രം എടുത്താൽ പോരാ, കണ്ണാടിയും കയ്യിൽ പിടിക്കണം. പെണ്ണിൻ്റെ കുറ്റവും കുറവും നോക്കാൻ കണ്ണട എടുക്കുന്നതിന് മുമ്പ് എൻ്റെ കുറ്റവും കുറവും നോക്കാനുള്ളതായ കണ്ണാടിയാണ് എടുക്കേണ്ടത്. നമ്മുടെ വികാരങ്ങളോ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അവരെ അതിൻ്റെ പേരിൽ നമ്മൾ ബലിയാടാക്കരുതോ.
ബന്ധങ്ങൾ നശിപ്പിക്കുന്ന രണ്ടാമത്തെ വൈറസിനെ കുറിച്ചാണ് ഇനി പറയുന്നത്, അഥവാ സ്കോർ ബോർഡ് ഗെയിം. എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു ദുർബലമായ നിമിഷത്തിലുണ്ടായതായ അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ മോശമായ പ്രവർത്തനങ്ങളോ തെറ്റുകളോ വീണ്ടും വീണ്ടും പുറത്തേക്ക് വലിച്ചു കൊണ്ടുവരുന്നതിനാണ് സ്കോർ ബോർഡ് ഗെയിം എന്ന് പറയുന്നത്. അതിൻ്റെ പേരിൽ പരസ്പരം കലഹിക്കുക, അതിൻ്റെ പേരിൽ പരസ്പരം തർക്കിക്കുക. ഒരിക്കലും സ്കോർ ബോർഡ് ഗെയിമിലൂടെ നല്ലൊരു ബന്ധം സൃഷ്ടിക്കാൻ നമുക്ക് സാധ്യമല്ല. അതിനാൽ സ്നേഹിതരെ, സ്റ്റോപ്പ് സ്കോർ ബോർഡ് ഗെയിം. ഈ ഒരു സ്കോർ ബോർഡ് ഗെയിം നാം അവസാനിപ്പിച്ചേ മതിയാകൂ. കാരണം സ്കോർ ബോർഡ് ഗെയിം കളിക്കുന്ന സമയത്ത് പങ്കാളികൾ അഥവാ ഭാര്യയാവട്ടെ ഭർത്താവട്ടെ ഇതര ബന്ധങ്ങളാവട്ടെ, അവർ തൻ്റെ ഇണയെ കഴിഞ്ഞകാല വീക്ക്നെസ്സുകളിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. നാം എന്താണോ നമ്മുടെ പങ്കാളികളിൽ കാണാൻ ഇഷ്ടപ്പെടുന്നത് അതാണ് നാം ഫോക്കസ് ചെയ്യേണ്ടത്, അതാണ് നാം പറയേണ്ടത്. നാം എന്താണോ ഫോക്കസ് ചെയ്യുന്നത് അതായിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുക, അതായിരിക്കും യാഥാർത്ഥ്യങ്ങളായി നമുക്ക് കണ്ണുകളെ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുക. അതിനാൽ സ്കോർ ബോർഡ് ഗെയിം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമല്ല, മറിച്ച് പ്രശ്നങ്ങൾക്കുള്ള ഒന്നാം തരം വളമാണ്. അതിനാൽ നമ്മുടെ ബന്ധങ്ങളിൽ എപ്പോഴെങ്കിലും നാം സ്കോർ ബോർഡ് ഗെയിം കളിക്കാറുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. ഉണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ അത് നാം അവസാനിപ്പിക്കുക. കാരണം സ്കോർ ബോർഡ് ഗെയിം ഒരിക്കലും കളിക്കുന്ന സമയത്ത് പരിഹാരങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഉദിക്കുകയേയില്ല. പരിഹാരത്തിൻ്റെ വാതിലുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് തുറന്നു തരില്ല, മറിച്ച് പ്രശ്നങ്ങൾക്കുള്ളതായ പുതിയ പുതിയ നാമ്പുകൾ മുളച്ചു പൊങ്ങുകയാണ് ചെയ്യുക. നമ്മുടെ സഞ്ചാരം എപ്പോഴും സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിരിക്കണം. നമ്മുടെ സംസാരങ്ങളും നമ്മുടെ പ്രവൃത്തികളും എപ്പോഴും സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിരിക്കണം. പ്രോബ്ലം ഓറിയൻറ്റഡ് ആണ് നിങ്ങളുടെ ചർച്ചകളെങ്കിൽ, നിങ്ങളുടെ സംസാരങ്ങളിൽ, നിങ്ങളുടെ വാക്കുകളിൽ നിങ്ങളത് നിർത്തിയേ മതിയാകും. കാരണം അത് തുടർന്ന് കഴിഞ്ഞാൽ പുതിയ പുതിയ പ്രശ്നങ്ങൾക്കാണ് ജന്മം നൽകുക. പുതിയ പുതിയ പ്രശ്നങ്ങളായിരിക്കും നമ്മുടെ ബന്ധങ്ങളിൽ ഉദിച്ചു വരിക. അങ്ങനെ ഓരോ ദിവസങ്ങളിലും ഓരോ തർക്കങ്ങളിലും പ്രശ്നങ്ങൾ പടുക്കുഴിയിലേക്കാണ് നമ്മൾ ബന്ധം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നാം പ്രത്യേകമായിട്ട് തിരിച്ചറിയുക. ഇനി ബന്ധങ്ങൾ നശിപ്പിക്കുന്ന മൂന്നാമത്തെ വൈറസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. പാർട്ട്ണറിൻ്റെ കുറവുകൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഏറ്റവും വലിയ വൈറസ്. ഡോണ്ട് ഡിസ്കസ് യുവർ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഓതേഴ്സ്. നാം നമ്മുടെ പാർട്ട്ണറിൻ്റെ പ്രശ്നങ്ങൾ, നാം നമ്മുടെ റിലേഷൻഷിപ്പിലുള്ളതായ ഇഷ്യൂകളോ ഒരിക്കലും മറ്റുള്ളവരോട് ഷെയർ ചെയ്യരുതോ. ഇത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ നാം അറിയാതെ ഒരു ഷെയറിങ്ങിൽ പതിഞ്ഞു കിടക്കുന്നതായ ചില അപകടങ്ങളുണ്ട്, ചില ചതിക്കുഴികളുണ്ട്. ഒന്നാമതായി, നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ പ്രശ്നങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സമയത്ത് 100% സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കുകയില്ല. നിങ്ങൾക്ക് വൺ സൈഡ് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും പല പ്രശ്നങ്ങളും പലരോടായി നാം പറയുന്ന സമയത്ത് നമ്മുടെ പാർട്ട്ണർ പലരുടെ മനസ്സിലും പലരുടെ കണ്ണിലും കുറ്റവാളിയായി മാറുകയാണ്. ഒരു പക്ഷേ നമ്മുടേതായിട്ടുള്ള തർക്കങ്ങൾ, നാമുമായുള്ളതായ പ്രശ്നങ്ങൾ അടുത്ത ദിവസങ്ങളിൽ അവസാനിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ പറഞ്ഞ കാരണം കൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മുടെ പാർട്ട്ണർ ഇപ്പോഴും കുറ്റവാളിയായിരിക്കും, ഇപ്പോഴും മോശപ്പെട്ടവളായിരിക്കും എന്നതായ ഉൾക്കാഴ്ച നമ്മുടെ ജീവിതയാത്രയിൽ നമുക്കുണ്ടായിരിക്കണം. ഇത് നിങ്ങൾ പലരോടായി ആവർത്തിച്ച് പറയുന്ന സമയത്തോ അല്ലെങ്കിൽ അവരോട് തന്നെ പലപ്പോഴായി ആവർത്തിച്ച് പറയുമ്പോൾ അത് നിങ്ങളുടെ ഒരു ബ്രെയിൻ കോഡായി മാറും. അത് നിങ്ങളുടെ മൈൻഡിലേക്ക് പതിയുന്നു. പിന്നെ നിങ്ങളുടെ മൈൻഡ് അതിനെ അതുപോലെ തന്നെ അങ്ങ് സ്വീകരിക്കുകയാണ്. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഒരു യൂട്യൂബിനെ പോലെയാണ്. നമ്മൾ ഏതാണോ സെർച്ച് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട 100 കൂട്ടം കാര്യങ്ങളായിരിക്കും
നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുക. അതുപോലെ നാം എന്താണോ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ പാർട്ട്ണറെ കുറിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അതുപോലെ ആയിരിക്കും നമ്മുടെ പാർട്ട്ണർ എല്ലാ പ്രവൃത്തികളും നമുക്ക് കാണാൻ സാധിക്കുക. മുൻവിധികളോ മുൻധാരണകൾ മുൻബന്ധങ്ങൾ തകർത്തെറിയുന്നതാണ്. അതിനാൽ നമ്മുടെ മുൻവിധികളും മുൻധാരണകളും നമ്മുടെ ബന്ധങ്ങൾ തകർത്തെറിയും. അതിനാൽ നമ്മുടെ പാർട്ട്ണറിൻ്റെ കുറവുകൾ നാം ഷെയർ ചെയ്യരുത്. കാരണം സത്യസന്ധമായി നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കില്ല. വളച്ചൊടിക്കൽ നടക്കുന്നതാണ്. പാർട്ട്ണറുമായിട്ടുള്ള നിങ്ങളുടെ വാക്കുകൾ, സമീപനങ്ങൾ അത് കൂടുതൽ മോശമാക്കുകയാണ് ചെയ്യുക. ഇനി ഏതെങ്കിലും രൂപത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ ഒരു കഴിക്കാൻ വേണ്ടിയിട്ട് സാത്വികരായ ആളുകളുടെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും കൗൺസിലിനെയോ കാണുന്നതിലോ പറയുന്നതിലോ പ്രശ്നമില്ല. അതേസമയം ഇത് മറ്റുള്ളവരോട് ആവർത്തിക്കരുത്. പ്രശ്നങ്ങളിലേക്കും നെഗറ്റീവുകളിലേക്കും ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പരിഹാരത്തിൻ്റെ മാർഗങ്ങൾ, പരിഹാരത്തിൻ്റെ വാതിലുകൾ ഒരിക്കലും നമ്മുടെ മുന്നിൽ തുറക്കപ്പെടുകയില്ല, നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരികയില്ല. ഇന്ന് നാം ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ, ഈ 3 വിഷയങ്ങൾ നമ്മുടെ ബന്ധങ്ങളിലേക്ക് ഒരിക്കലും നിങ്ങൾ അടുപ്പിക്കുകയേ ചെയ്യരുത്. കൃത്യമായിട്ട് അവയോട് നിങ്ങൾ അകലം പാലിക്കുക. എന്നാൽ നിങ്ങളുടെ ബന്ധങ്ങൾ സുദൃഢമായിരിക്കും.